ട്രേഡ് യൂണിയൻസ് ആക്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിൽ നിന്ന് ട്രേഡ് യൂണിയൻസ് ആക്ടിനെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ പ്രൊവിഷൻസ്, ട്രേഡ് യൂണിയൻ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു ട്രേഡ് യൂണിയന് വേണ്ട കാര്യങ്ങൾ, എന്താ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെക്ഷൻ 15ഉം 16ഉം അത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കണം. ട്രേഡ് യൂണിയന്റെ സെക്ഷൻ, ട്രേഡ് യൂണിയൻസ് ആക്ട് 1926ന്റെ സെക്ഷൻ 15 എന്താണ് അതിൽ പറയുന്നത്? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, സെക്ഷൻ 16 പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 3 അപ്പോയിന്റ്മെന്റ് ഓഫ് രജിസ്ട്രാർ ബൈ ദി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. അപ്പൊ തുടങ്ങിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ആക്ടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്, അതിന് സംശയമൊന്നുമില്ലല്ലോ. ട്രേഡ് യൂണിയൻസ് ആക്ടിനെ കുറിച്ച് നമ്മൾ അതിന്റെ എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സമയമെടുത്ത് തന്നെയാണ് ട്രേഡ് യൂണിയൻസ് ആക്ട് പൂർത്തീകരിച്ചത്. അപ്പൊ നമ്മൾ അടുത്ത ആക്ടിലേക്ക് പോവുകയാണ്, ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, 1926 എന്ത് സംഭവിച്ചു? ട്രേഡ് യൂണിയൻസ് ആക്ട് വന്നു. ഓക്കെ, അപ്പൊ ട്രേഡ് യൂണിയൻസ് ആക്ട് വന്നു. അങ്ങനെ ട്രേഡ് യൂണിയൻസ് ആക്ട് വന്നു, എന്തായി? ട്രേഡ് യൂണിയൻസ് ബിക്കെയിം വെരി പവർഫുൾ. ഓക്കെ, എന്താണ്? ത്രൂ ഓർഗനൈസേഷൻസ്. ഓക്കെ, ത്രൂ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എന്താണ്? ബൈ ഓർഗനൈസിംഗ് themselves into trade unions, the workers, the workmen അല്ലെങ്കിൽ the employees became very very powerful. And അതെന്ത് സംഭവിച്ചു? It resulted in an unhealthy behaviors in industrial establishments. ഓക്കെ, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റുകളില് ചില അൺഹെൽത്തി ആയിട്ടുള്ള, അത്ര ആശാസ്യകരമല്ലാത്ത ചില പ്രവണതകൾ ഈ ട്രേഡ് യൂണിയൻസ് പവർഫുൾ ആയതോടുകൂടി ആരംഭിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ആ പ്രവണതകൾ? നമ്മൾ പറഞ്ഞു എന്താണ്? ട്രേഡ് യൂണിയൻസ് വിൽ എൻഗേജ് ഇൻ, നമ്മൾ ട്രേഡ് യൂണിയൻസ് ആക്ടിൽ പറഞ്ഞൊരു കാര്യമാണ്, എന്താണ്? ട്രേഡ് യൂണിയൻസ് വിൽ എൻഗേജ് ഇൻ collective bargaining with the employer അല്ലെങ്കിൽ മാനേജ്മെന്റ്. ഓക്കെ, ട്രേഡ് യൂണിയൻസ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന, എന്താണ്? അവർ സംഘടിച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിൽ ഏർപ്പെടും. ആരുമായിട്ട്? യെസ്, വിത്ത് ദി മാനേജ്മെന്റുമായിട്ട് ട്രേഡ് യൂണിയൻസ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിൽ ഏർപ്പെടും. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പം നിങ്ങളിത് ആലോചിച്ച് നോക്കൂ, ട്രേഡ് യൂണിയൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും, ഓക്കെ, ട്രേഡ് യൂണിയൻ പറയാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഈ അവകാശം ഞങ്ങൾക്ക് തരണം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ശരി എന്നാ തന്നിരിക്കുന്നു. അപ്പൊ ട്രേഡ് യൂണിയൻ പറയാണ് ഞങ്ങൾക്ക് മറ്റു ചില അവകാശങ്ങൾ കൂടി വേണം, ഇന്നതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റു ചില അവകാശങ്ങൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് മാനേജ്മെന്റിനെ പ്രഷറൈസ് ചെയ്താൽ, മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ ഇവർ ഓർഗനൈസ് ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് മാനേജ്മെന്റിനെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാനേജ്മെന്റ് അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുമെന്ന്? ഒരിക്കലുമില്ല. അപ്പൊ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദ എംപ്ലോയർ വിൽ റിസോർട്ട് ടു ലോക്ക്ഡൗൺ. ഓക്കെ, ദി എംപ്ലോയർ വിൽ റിസോർട്ട് ടു ലോക്ക്ഡൗൺ. ലോക്ക്ഡൗണിലേക്ക് ആര് പോകും? എംപ്ലോയർ പോകും. പോയിന്റ് മനസ്സിലായോ? ലോക്ക്ഡൗണിലേക്ക് എംപ്ലോയർ പോകും. എന്താ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കൂട്ടും. ആ ഫാക്ടറി, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫാക്ടറിയിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പൊ എംപ്ലോയർ എന്താ ആലോചിക്കുന്നത്? ഞാനിങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് എന്നും എനിക്ക് തലവേദനയാ. ഓക്കെ, എന്നും എനിക്ക് തലവേദനയാ. ദെൻ വൈ ഷുഡ് ഐ റൺ ദിസ് ഫാക്ടറി? ഇത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും തലവേദന ഇല്ല. ഓക്കെ, ഇത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും തലവേദനയില്ല.
സോ ഹി വിൽ റിസോർട്ട് ടു ലോക്ക്ഡൌൺ. അപ്പൊ ലോക്ക്ഡൌൺ സംഭവിക്കും, എന്ത് സംഭവിക്കും? ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ലോക്കൗട്ട്. ഓക്കെ, ലോക്ക്ഡൌൺ എന്നും പറയും, ലോക്കൗട്ട് എന്നും പറയും. ഓക്കെ, നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് ലോക്കൗട്ട് ആണ്. സോ ഹി വിൽ റിസോർട്ട് ടു ലോക്കൗട്ട്. അപ്പൊ സത്യത്തിൽ ഈ ലോക്കൗട്ട് എംപ്ലോയീസിന് മേലുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് എംപ്ലോയീസിന് മേലുള്ള ഒരു പ്രഷറൈസിങ് ടാക്ടിക്സ് അല്ലേ? ഒന്ന് ചിന്തിച്ചേ. കാരണം എന്താണ്? എംപ്ലോയീസിന് ജോലി ഉണ്ടെങ്കിലല്ലേ അവർക്ക് വരുമാനമുള്ളൂ. വരുമാനം ഉണ്ടെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്താനും കഴിയുള്ളൂ. അപ്പം അത് അനുവദിക്കാതെ എന്ത് ചെയ്യും? ഇതങ്ങ് കൂട്ടി ഈ എംപ്ലോയറെ പാട് നോക്കി പോകും. സോ അപ്പം എംപ്ലോയീസ് പറയും എന്താണ്? ഇല്ല മുതലാളി, ഞങ്ങൾക്ക് ഇന്ന അവകാശങ്ങളൊന്നും വേണ്ട, ഞങ്ങളത് വെയ്വ് ഓഫ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് തുറക്ക്. ദയവ് ചെയ്ത് ഇതൊന്ന് തുറക്ക്, ഞങ്ങൾ ഇവിടെ ജോലി എടുത്തോളാം. അതാണ് എംപ്ലോയറുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കയ്യിലുള്ള ഒരു ടൂളാണ് ഈ ലോക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യും? ട്രേഡ് യൂണിയൻസ് ശക്തമായി വരുമ്പോൾ അപ്പൊ തന്നെ എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയർ ഈ പറയുന്ന ഓഫീസ് പൂട്ടി അല്ലെങ്കിൽ ഫാക്ടറി പൂട്ടി മൂപ്പരെ പണിക്ക് പോകും. നൗ അപ്പം ലോക്കൗട്ട് ആണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ എംപ്ലോയീസിന്റെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടെന്നേ. ഇപ്പം ഈ എംപ്ലോയീസ് മുന്നോട്ട് വെക്കുന്ന ഒരാശയങ്ങളും അല്ലെങ്കിൽ ഒരു ഡിമാൻഡ്സും എംപ്ലോയി അംഗീകരിക്കുന്നില്ല. എംപ്ലോയീസ് പറയണം ഞങ്ങൾക്ക് അത് വേണം, തരും, നോക്കിയിരുന്നു. അപ്പൊ പറയണം ഞങ്ങൾക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് വേണം. വേണേ വല്ല സർക്കാർ ആശുപത്രിയിലും പോടാ, നിങ്ങൾക്കൊന്നും ഒന്നും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഒരു അറഗൻസ് കാണിക്കുകയാണ്. എംപ്ലോയീസിന്റെ ഒരു തരത്തിലുള്ള എന്തും ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള അവരുടെ ഡിമാൻഡ്സും അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ജെനുവിൻ ഡിമാൻഡ്സ്, അങ്ങനെ നമുക്ക് പറയാലോ, അവരുടെ ജെനുവിൻ ഡിമാൻഡ്സ് ഒരിക്കലും അംഗീകരിക്കാൻ ആര് തയ്യാറാകുന്നില്ല? മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ജെനുവിൻ ഡിമാൻഡ്സ് അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എംപ്ലോയീസ് എന്ത് ചെയ്യും? എംപ്ലോയീസ് വിൽ ഗോ ഫോർ സ്ട്രൈക്ക്. എംപ്ലോയീസ് സമരത്തിലേക്ക് പോകും. നിങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കുന്നില്ല, പിന്നെ എന്തിന് ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ പണിയെടുക്കണം? പിന്നെ ഞങ്ങൾ എന്തിന് നിങ്ങളുടെ കമ്പനിയിൽ പണിയെടുക്കണം? ഞങ്ങള് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങള് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ കമ്പനിയിൽ പണിയെടുക്കുന്നില്ലേ? അപ്പം ഈ രണ്ട് ടൂൾസ് എന്ത് സംഭവിക്കുകയാണ്? അപ്പം ഇവിടെ യൂസ് ഓഫ് ടു ടൂൾസ് വരികയാണ്. എന്താണ് യൂസ് ഓഫ് ടൂൾസ് എന്ന് പറയുന്നതിലുപരി നമുക്കവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാം, indiscriminate use of strikes by the employees and lockouts by the employers ഇത് സത്യത്തില് ഇങ്ങനെ ആൻഡ് നമുക്കറിയാം സിൻസ് 1939 to 1945 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? വേൾഡ് വാർ ടു. വേൾഡ് വാർ ടുവിന്റെ സമയത്ത് എന്താണ്? വലിയ രീതിയിലുള്ള റിസോഴ്സസ് ആവശ്യമായിരുന്നു. തോക്കുകള്, പീരങ്കികള്, മെറ്റൽ ടൂൾസ്, ഡ്രസ്, യൂണിഫോംസ്, മെഡിസിൻസ്, ഇങ്ങനെ എന്താണ് ഈ പറയുന്ന ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഔട്ട്പുട്ട്സ്, ഒരുപാട് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്സ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സെവറൽ ഫാക്ടറീസ് വർ എസ്റ്റാബ്ലിഷ്ഡ്. several new factories were established.
ഓക്കെ, എന്താണ് പുതിയ ഒട്ടനവധി ഫാക്ടറികൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. യെസ്, പുതിയ അനേകം ഫാക്ടറികൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ പുതിയ ഫാക്ടറികളിൽ എന്താണ് ഈ പരിപാടി നടക്കുന്നില്ല, പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, സമരവും ലോക്കൌട്ടും മാത്രമേ നടക്കുന്നുള്ളൂ, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അങ്ങനെ എന്താണ് സൂറത്ത്, അലഹബാദ്, ബോംബെ, കൊൽക്കത്ത തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ വളരെ എന്താണ് പറയുക ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിരുന്ന ഇൻഡസ്ട്രിയൽ സിറ്റീസ് എന്താണ് ഇൻഡസ്ട്രിയൽ സിറ്റികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ആൻഡ് ഫോളോഡ് ബൈ ദി എൻഡ് ഓഫ് വേൾഡ് വാർ II, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ആൻഡ് ഇന്ത്യ വാസ് about to gain its independence. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. സോ അപ്പൊ എന്താണ് ഒരു സ്വതന്ത്ര രാജ്യം, ഒരു രാജ്യം സ്വതന്ത്രമായി വരുമ്പോൾ ഓക്കെ, ഒരു രാജ്യം സ്വതന്ത്രമായി വരികയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണ്, ഇന്ത്യ ഈസ് ഹാവിംഗ് കൺസിഡേർഡ് ടു ദ വേൾഡ്, ഓക്കെ, കമ്പയറിംഗ് ടു ദ വേൾഡ്, ഇന്ത്യ ഈസ് ഹാവിംഗ് എ ഹ്യൂജ് പോപ്പുലേഷൻ. ഓക്കെ, അന്നത്തെ കാലത്ത് 1947 നമ്മുടെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 36 കോടി ജനങ്ങളാണ്. അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത് സെക്കൻഡറി സെക്ടറിൽ മാത്രമാണ്, മാനുഫാക്ചറിംഗ് സെക്ടറിൽ മാത്രമാണ്. അത് നമുക്ക് സർവീസ് സെക്ടർ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു സമയവുമാണ്. അപ്പം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഐദർ ബൈ ലോക്കൌട്ട് ഓർ ബൈ സ്ട്രൈക്ക്, ഇത് രണ്ട് രീതിയിലും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താണ്, ഇറ്റ് വിൽ അഫക്ട് ദി നാഷണൽ ഗ്രോത്ത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ചെയ്ത നടപടി എന്ന് പറയുന്നത് 1947 എന്ത് ചെയ്തു, ഒരു ട്രൂസ് എഗ്രിമെന്റ് ഒപ്പിട്ടു. ഓക്കെ, 1947 ഒരു ട്രൂസ് എഗ്രിമെന്റ് ഒപ്പിട്ടു. അപ്പൊ എന്താണ് ഈ ട്രൂസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് എന്താണ് അപ്പം എന്ത് ചെയ്യും, രണ്ടു കൂട്ടരെയും വിളിച്ചു, എംപ്ലോയീസ് അസോസിയേഷനെയും വിളിച്ചു, എംപ്ലോയേഴ്സ് അസോസിയേഷനെയും വിളിച്ചു. ഓക്കെ, ട്രേഡ് യൂണിയന്റെ പ്രതിനിധികളെ വിളിച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ആരെ വിളിച്ചു, ഇപ്പുറത്തു നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാനേജ്മെന്റിന്റെ പ്രതിനിധികളെയും വിളിച്ചു, റെപ്രസെന്റഡ് ബൈ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഫിക്കി. ഓക്കെ, പർട്ടിക്കുലർലി റെപ്രസെന്റഡ് ബൈ ഫിക്കി, ഓക്കെ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അപ്പൊ ഇവരെയൊക്കെ വിളിച്ചിട്ട് ജവഹർലാൽ നെഹ്റു ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, നോക്കൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഓക്കെ, നെഹ്റു പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കൺ തുറന്നു പോവുകയാണ്. ഓക്കെ, ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാവുകയാണ്. അപ്പൊ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചെയ്തതുപോലെ സമരങ്ങള് ഉണ്ടാക്കരുത്. ഓക്കെ, ഈ രാജ്യം പുരോഗമിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്, ഈ രാജ്യത്തിന് പുരോഗതി പ്രാപ്തമായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, വഴക്കുണ്ടാക്കി പരസ്പരം അലമ്പുണ്ടാക്കി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇല്ലാതാക്കരുത്. ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഫോർ 3 years, 3 കൊല്ലത്തേക്കെങ്കിലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു 3 year ട്രൂസ് എഗ്രിമെന്റ് ഒപ്പിട്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 3 വർഷത്തെ ട്രൂസ് എഗ്രിമെന്റ് ഒപ്പിട്ടു. അപ്പൊ ഈ 3 വർഷത്തെ ട്രൂസ് എഗ്രിമെന്റിൽ എന്താ പറയുന്നത്, നോ കോൺഫ്ലിക്ട്സ്, ഓക്കെ, നോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് വിൽ ബി ക്യാരിഡ് ഓവർ. ഓക്കെ, ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകും, അതെന്ത് ചെയ്യും, നമ്മളൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചത് പറഞ്ഞു തീർക്കും. അതല്ലാതെ അതൊരിക്കലും എസ്കലേറ്റ് ചെയ്ത് വിൽ ബി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, നോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് വിൽ ബി എസ്കലേറ്റഡ് ടു സ്ട്രൈക്സ് ഓർ ലോക്കൌട്ട്സ്. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടും എന്ത് ചെയ്യില്ല, സ്ട്രൈക്സും ലോക്കൌട്ടുമായി എസ്കലേറ്റ് ചെയ്യില്ല എന്ന് 1947 എന്ത് ചെയ്തു,
1947 ഈ പറയുന്ന എംപ്ലോയേഴ്സ് ഫെഡറേഷൻ അതായത് ഫിക്കി, ഓക്കെ, ഫിക്കിയും അതുപോലെ ട്രേഡ് യൂണിയൻസും തമ്മിൽ ഒരു ധാരണ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ മധ്യസ്ഥതയിൽ കൂടി അതിലൊരു തീരുമാനമായി. അപ്പം ഈ ട്രൂസ് കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ബട്ട് ഓക്കെ, അവിടെ ഒരു ബട്ടുണ്ട്. ബട്ട് എന്താണ്? ബട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വളരെ നന്നായിട്ട് അറിയാം, ഓക്കെ, ഈ 3 വർഷം കഴിയുമ്പം ഇവര് പിന്നെയും പഴയ പണി തുടങ്ങും. ഓക്കെ, 3 വർഷം കഴിയുമ്പം ശങ്കരൻ വീണ്ടും തെങ്ങിന്റെ മണ്ടയിൽ കയറും. അപ്പം അതുണ്ടാകരുത്. ഓക്കെ, ഒരു രാജ്യത്തിന് 3 കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നത്. ഒന്ന്, കോൺട്രിബ്യൂട്ട്സ് ടു GDP. കോൺട്രിബ്യൂട്ട്സ് ടു GDP. ഓക്കെ, GDP-യിലേക്ക് എന്ത് ചെയ്യുന്നു? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ്. എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും അല്ല, അവിടെ എന്താണ്, കഴിയുന്നവർക്കൊക്കെ തൊഴിൽ കൊടുക്കുന്നു. ഇനി മൂന്നാമത്തത് എന്താണ്? ക്രിയേറ്റ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രിയേറ്റ്സ് ഇന്റേർണൽ ഡിമാൻഡ്. ക്രിയേറ്റ്സ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇന്റേണൽ ഡിമാൻഡ്. അപ്പൊ അടുത്ത വാക്കുണ്ട്, എന്താണ് ഇന്റേണൽ ഡിമാൻഡ്? ഇടയിൽ ഒരാൾ ജോലിക്ക് പോകുന്നു. ഓക്കെ, ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് കുറച്ച് ശമ്പളം കൊടുക്കും. ഓക്കെ, ഇത്രയും കാലം 100 രൂപ വരുമാനം ഉണ്ടായിരുന്നവന് ഇപ്പൊ 1000 രൂപ കിട്ടുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം അവിടുന്ന് ഇവിടുന്ന് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. അപ്പം ഇദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ സാധനം വാങ്ങിച്ചാലല്ലേ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അവിടെ പ്രൊഡക്ഷൻ ഉണ്ടായാലേ അവിടെയുള്ളവർ തൊഴിലാളികൾക്ക് ക്ഷേമം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്താണ്, ഇതൊരു സർക്കിളായിട്ട്, ഇതൊരു സർക്കുലർ ഫ്ലോ ആയിട്ട് ഇതിങ്ങനെ നടക്കണം. ഓക്കെ, എക്കോണമി ഇങ്ങനെ തട്ടും തടവും ഒന്നും ഇല്ലാതെ ഒരു എന്താണ് പറയുക, ഒരു സർക്കുലർ രീതിയിൽ എക്കോണമി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് എന്ത് നിർബന്ധമായും വേണം ഗൈസ്? അതിന് ഇൻഡസ്ട്രിയൽ പീസ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പീസ് നിർബന്ധമായും വേണം. ഹെൻസ്, അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ പാസ്സാക്കിയ നിയമമാണ്. ഓക്കെ, ആ ഒരു ഉദ്ദേശം, ടു അച്ചീവ് ഇൻഡസ്ട്രിയൽ പീസ് ദാറ്റ് വിൽ ബെനിഫിറ്റ് ദി ഫ്യൂച്ചർ ഓഫ് ദി കൺട്രി. ഓക്കെ, ഈ രാജ്യത്തിന്റെ ഭാവിയെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവിക്ക് ഏറ്റവും ഗുണപ്രദമാകുന്ന രീതിയിൽ ഇക്കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട്, ടു അച്ചീവ് ഇൻഡസ്ട്രിയൽ പീസ്, the Industrial Dispute Act 1947 was passed. ഓക്കെ, അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന് ഒറ്റ ഉദ്ദേശവുമുള്ളൂ, ഈ പറയുന്ന പോലെ എംപ്ലോയീസും തമ്മിൽ വഴക്കുണ്ടാക്കരുത്. ഓക്കെ, ഈ പറയുന്നത് പോലെ എംപ്ലോയീസും തമ്മിൽ വഴക്കുണ്ടാക്കി എന്ത് സംഭവിക്കരുത്? ഓക്കെ, വഴക്കുണ്ടാക്കി ഈ രാജ്യത്തിന്റെ സാധ്യമായിട്ടുള്ള വികസനം നശിപ്പിക്കരുത്. അപ്പൊ നമുക്കിനി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലേക്ക് പോകാം. അപ്പൊ ഒബ്ജക്റ്റീവ്, ഒറ്റ വാക്കിൽ നിങ്ങളോട് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, അച്ചീവ് ഇൻഡസ്ട്രിയൽ പീസ്. ഓക്കെ, എന്താണ് അച്ചീവ് ഇൻഡസ്ട്രിയൽ പീസ്? യെസ്, കിട്ടിയോടെ? അപ്പൊ നമുക്ക് പതുക്കെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലേക്ക് പോകാം. നമുക്കറിയാം സെക്ഷൻ 2 എല്ലാ നിയമത്തിലും ഡെഫിനീഷൻസ് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന്റെ സെക്ഷൻ 2 ഡെഫിനീഷൻ പറയുന്നുണ്ട്. അത് സെക്ഷൻ 2 കെയിലാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 കെയിലാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് പറയുന്നത്, അതിന്റെ ഡെഫിനീഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനീഷൻ എന്താണെന്ന് നോക്കാം മക്കളെ. ഓക്കെ, നമുക്കപ്പം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനീഷൻ എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റെഫേഴ്സ് ടു any dispute in a relation with employment or non-employment. എന്താണ്? ജോലിയെ സംബന്ധിക്കുന്നതോ, ഇനി അതല്ല, എല്ലാ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളും ജോലിയെ സംബന്ധിക്കുന്നവയാവണമെന്ന്
യാതൊരു നിർബന്ധവുമില്ല. നോൺ എംപ്ലോയബിൾ ആയിട്ടുള്ളതും എന്താണ്, നോൺ എംപ്ലോയ്മെന്റ് റിലേറ്റഡും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന്റെ പരിധിയിൽ വരും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, എനി ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, റിലേറ്റിംഗ് ടു എംപ്ലോയ്മെന്റ്, നോൺ എംപ്ലോയ്മെന്റ്. ഇനി ആരൊക്കെ തമ്മിൽ, ബിറ്റ്വീൻ, ആദ്യത്തെ നമുക്കറിയാം ആരാണ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഓക്കെ, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള എനി ഡിസ്പ്യൂട്ടും എന്താണ്, എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു എംപ്ലോയ്മെന്റ് ഓർ നോൺ എംപ്ലോയ്മെന്റ്, അതെന്താണ്, അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. അതെന്താ സാധനം, ആ എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുവാണ്. ഓക്കെ, ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയ്മെന്റ് ഓർ നോൺ എംപ്ലോയ്മെന്റ്, അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, ഒരു ഫാക്ടറിയിലെ തന്നെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലുള്ള രണ്ട് ട്രേഡ് യൂണിയൻസ് തമ്മിൽ വഴക്കുണ്ടാവുന്നു, ഒരു ഫാക്ടറിയിലെ തന്നെ തൊഴിലാളി സംഘടനകൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു, തൊഴിലാളികൾ തമ്മിൽ വഴക്കുണ്ടാവുന്നു, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ പരിധിയിൽ വരും. ഓക്കെ, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ പരിധിയിൽ വരും. ഇനി മൂന്നാമത്തത് എന്താണ്, മൂന്നാമത്തത് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ. എന്താണ്, തൊഴിൽ ദാതാക്കൾ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ഓക്കെ, എന്താണ്, തൊഴിൽ ദാതാക്കൾ തമ്മിൽ വഴക്കുണ്ടാവുന്നു. അങ്ങനെ തൊഴിൽ ദാതാക്കൾ തമ്മിൽ വഴക്കുണ്ടായാലും അത് എന്ത് തന്നെയാണ്, അതും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് തന്നെയാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് സെക്ഷൻ 2K ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ പറയുന്നത് എന്ന് എന്റെ മക്കളൊന്ന് ഓർത്തു വെക്കണം. എന്താ പറയുന്നത്, ഒന്ന് എനി ഡിസ്പ്യൂട്ട് ആകാം. അപ്പം എന്തിനെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ട് ആണ്, റിഗാർഡിംഗ് എംപ്ലോയ്മെന്റ് ഓർ നോൺ എംപ്ലോയ്മെന്റ്. ഓക്കെ, എംപ്ലോയ്മെന്റിനെ സംബന്ധിക്കുന്നത് അല്ല എംപ്ലോയ്മെന്റിനെ സംബന്ധിക്കാത്തത്. ഇനി ആരൊക്കെ തമ്മില്, ബിറ്റ്വീൻ എംപ്ലോയർ എംപ്ലോയി, എംപ്ലോയി എംപ്ലോയി, എംപ്ലോയർ എംപ്ലോയർ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഒരു അതിവിശാലമായിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു ഡെഫിനീഷൻ ആണ് സെക്ഷൻ 2 സബ് ക്ലോസ് കെയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ് ക്ലോസ് കെയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന് കൊടുത്തിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഡെഫിനീഷൻ ആണ്. നമുക്ക് അതിലേക്കൊന്ന് കണ്ണോടിക്കാം. സെക്ഷൻ 2K of the Industrial Dispute Act is defined as any dispute or difference between employer and employer. നേരത്തെ പറഞ്ഞത് between employer and workman, okay, അല്ലെങ്കിൽ employer and employee, or between workman and workman, between employees, which is connected with employment or non-employment or the terms of employment with the conditions of labor of any person. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഈ പറയുന്ന എല്ലാ കാര്യത്തിനെയും, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഹാസ് is an elaborate definition which includes all forms of dispute, that may rise in an industrial establishment. കിട്ടിയോടെ, പോയിന്റ് കിട്ടിയോടെ, പോയിന്റ് കിട്ടിയോ? പക്കാ സെറ്റ് അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ സെക്ഷൻ 2K ഡെഫിനീഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ഇതിൽ സംശയം ആർക്കുമില്ല എന്ന് കരുതുകയാണ്. കാരണം ഇത് വെച്ചേ നമുക്ക് ഈ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് വെച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. യെസ്, സെറ്റാണോ? സെറ്റാണോ? സെറ്റ് ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേരെ. ഓക്കെ, ഇതെല്ലാം സെറ്റ് ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്ന ഒന്നാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. പ്രൊമോഷൻ ഓഫ് മെഷേഴ്സ് ഫോർ സെക്യൂറിംഗ് ആൻഡ് പ്രിസർവിംഗ് അമിറ്റി ആൻഡ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. എന്താണ്, എംപ്ലോയേഴ്സും വർക്കറും തമ്മിലുള്ള എന്താണ്, രമ്യതപ്പെടുക. ഓക്കെ, എംപ്ലോയേഴ്സും
വർക്കേഴ്സ് അസംബ്ലി ചിലപ്പോൾ എന്താണ് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഒരു ചായയിൽ കുട്ടേ ബിസ്ക്കറ്റ് മുക്കി തിന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താണ് ഇത് എസ്കലേറ്റ് ആയി ലാസ്റ്റ് എന്താണ് സ്ട്രൈക്കിലേക്കും ലോക്കൌട്ടിലേക്കും ഒക്കെ പോകുന്നു. ഓക്കെ, ഇത് എസ്കലേറ്റ് ആയി സ്ട്രൈക്കിലേക്ക് പോകുന്നു, ലോക്കൌട്ടിലേക്ക് പോകുന്നു, കമ്പനി പൂട്ടുന്നു, എംപ്ലോയർക്ക് നഷ്ടം സംഭവിക്കുന്നു, എംപ്ലോയിക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കുന്നു, അൾട്ടിമേറ്റ്ലി എന്താണ് അത് രാജ്യത്തിന് നഷ്ടം സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു മേശയുടെ അപ്പുറയും ഇപ്പുറയും ഇരുന്നിട്ട് ഫർദർ എന്താണ് എംപ്ലോയർ ഫ്രിക്ഷൻ ഈസ് വെരി കോമൺ. ഓക്കെ, അങ്ങനെ എംപ്ലോയർ ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു ഫാക്ടറിയും ഇല്ല, ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റും ഇല്ല. പക്ഷെ എന്താണ് ഇറ്റ് ഷാൽ നോട്ട് ബി ഫർദർ എസ്കലേറ്റഡ്. ഇറ്റ് ഷാൽ നോട്ട് ബി ഫർദർ എസ്കലേറ്റഡ് റിസൾട്ടിങ് ഇൻ സ്ട്രൈക്ക്, ലോക്കൌട്ട്, ലേ ഓഫ്. ഇനി ലേ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഓക്കെ, ലേ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്താന്ന് ഞാൻ താഴേക്ക് വരുമ്പോ പറഞ്ഞുതരാം. ഇനി എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഓക്കെ, നമ്മൾ ഒരു പോയിന്റ് നമുക്ക് പറയാനുണ്ട്. ആ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് പോകാം. അപ്പം സാധാരണഗതിയില് നമ്മൾ പറഞ്ഞു ട്രേഡ് യൂണിയൻ ആക്ട്. ഓക്കെ, ട്രേഡ് യൂണിയൻ ആക്ട് വരുമ്പോൾ അതൊരു എന്താണ് എന്താണ് പറയുക ഒരു രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാത്രമാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഒന്ന് എംപ്ലോയേഴ്സ് തൊഴിൽ ദാതാവും, മറ്റേ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ അവിടെ വർക്ക്മെൻ എന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എംപ്ലോയീസ്. ഓക്കെ, വർക്ക്മെൻ അല്ലെങ്കിൽ എംപ്ലോയീസ്. നമ്മൾ ട്രേഡ് യൂണിയൻസ് ആക്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേടെ ഉള്ളൂ. ഒന്ന് എംപ്ലോയീസും പിന്നെ ഒന്ന് വർക്ക്മെനും. ശരിയല്ലേ? എംപ്ലോയീസും വർക്ക്മെനുമായിട്ട് അവിടെ രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സേ ഉള്ളൂ. ആൻഡ് എന്താണ് ഗവൺമെന്റിന് എന്താണ് ലിമിറ്റഡ് റോള് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ലിമിറ്റഡ് റോള് മാത്രമേ ഉള്ളൂ. ട്രേഡ് യൂണിയൻ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കൊടുക്കണോ, അങ്ങനെ എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോള്. എന്നാൽ ബൈ ദീസ് ടൈം ഓക്കെ ഏതാണ്ട് ഒരു 20-21 വർഷത്തെ കാലഘട്ടം കൊണ്ട് ഗവൺമെന്റിന് മനസ്സിലായി എന്താണ് ഇങ്ങനെ ഇതില് രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാല് കാര്യങ്ങൾ അത്ര പന്തിയായിട്ട് മുന്നോട്ട് പോകില്ല. ഓക്കെ, കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ട് രണ്ട് കൂട്ടര് മാത്രമായിട്ട് പോയാൽ മുന്നോട്ട് ഭംഗിയായിട്ട് പോകില്ല. സോ അവിടെ എന്ത് ചെയ്തു, a third stakeholder was appointed. And who was that stakeholder? Okay, ഒരു മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡറെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്തോന്നല്ല, ആ മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ അതിന്റെ അകത്ത് കൊണ്ടുപോയി തലയിട്ടു. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡർ പറയണ എന്താണ് നിങ്ങളെ രണ്ടുപേരെ മാത്രമായി മുന്നോട്ട് വിട്ടു കഴിഞ്ഞാല് അത് ഈ രാജ്യത്തിന് അത്ര നല്ലതല്ല. സോ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ എംപ്ലോയേഴ്സിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും, അപ്പൊ ആ തെറ്റ് തിരുത്താൻ നിർദ്ദേശിക്കാനും, ചിലപ്പോൾ എംപ്ലോയീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും, അപ്പൊ ആ തെറ്റ് തിരുത്താൻ നിർദ്ദേശിക്കാനും. ഓക്കെ, അങ്ങനെ എന്താണ് ഇവരുടെ ഒരു ആർബിറ്ററി ആയിട്ടുള്ള ഈ ഒരു ആർബിറ്ററി റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് സ്റ്റേക്ക് ഹോൾഡർ ഇതിലേക്ക് ഈസ് പുട്ടിംഗ് ഹിസ് ഹെഡ് ആൻഡ് ദാറ്റ് ഈസ് ദി ഗവൺമെന്റ്. ഓക്കെ, അതിലേക്ക് തലയിട്ട മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? ഗവൺമെന്റ്. ഓക്കെ, നമ്മുടെ ട്രേഡ് യൂണിയൻസ് ആക്ട് വരുമ്പോ എന്താണ് ഗവൺമെന്റ് ഈസ് ഓൺലി എ മ്യൂട്ട് സ്പെക്ടേറ്റർ. ഓക്കെ, നമ്മുടെ ട്രേഡ് യൂണിയൻസ് ആക്ട് വരുമ്പോൾ ഗവൺമെന്റ് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഒക്കെ കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഫ്രോഡ് മണിയൊക്കെ കാണിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വിഡ്രോ ഒക്കെ ചെയ്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് ഒരു മ്യൂട്ട് സ്പെക്ടേറ്റർ, കാഴ്ചക്കാരനായി മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലേക്ക് വന്നപ്പം ഗവൺമെന്റ് പറഞ്ഞു വി ആർ നോട്ട് പ്ലാനിങ് ടു എക്സിസ്റ്റ് ഹിയർ ആഫ്റ്റർ ആസ് മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ്. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നില്ല, വെറുതെ മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആയി ഓക്കെ കമന്ററി കേട്ടുകൊണ്ട് കൈയടിക്കുന്ന കാഴ്ചക്കാരായിരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളും എന്ത് ചെയ്യാണ്? ഞങ്ങളും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങളും എന്ത് ചെയ്യാണ്? വി ആർ ഓൾസോ ടേക്കിംഗ് സ്റ്റേക്ക് ആസ് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. അപ്പൊ എന്തായി മൂന്നാമതൊരു സ്റ്റേക്ക് ഹോൾഡർ വരികയാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് തീർക്കാം. ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആർബിറ്ററി ആക്ട് ചെയ്യുകയാണ് എങ്കിൽ ആ ആക്ടിനെതിരെ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്?
ഗവൺമെന്റ് ഒരു ആക്റ്റീവ് പ്ലെയർ ആയിട്ട് ഇതിലേക്ക് കയറുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഈ പറയുന്ന രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സും അത് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം എന്താണ്? ദേ ആർ പാർട്ടീസ് ടു ദി ഡിസ്പ്യൂട്ട്. ഓക്കെ, ഇവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ, അത് സ്വാഭാവിക നീതിയുടെ ലംഘനമല്ലേ. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദാറ്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു ന്യൂട്രൽ പ്ലെയർ ആയി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ അത് പറഞ്ഞു തീർത്ത് ആ സംഭവം സെറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് റെഡിയായി. യെസ്, നൗ യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ സ്ട്രൈക്സ് ആൻഡ് ലോക്കൌട്ട്സ്. ഓക്കെ, സ്ട്രൈക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ സ്ട്രൈക്ക്? അത് എംപ്ലോയിയുടെ കയ്യിലുള്ള എംപ്ലോയി അല്ലെങ്കിൽ വർക്ക്മാൻ, ഇത് വർക്ക്മാന്റെ കയ്യിലുള്ള ഒരു ടൂളാണ്. ഓക്കെ, ടു പ്രഷർ ഹിസ് എംപ്ലോയർ, അദ്ദേഹത്തിന്റെ എംപ്ലോയറെ പ്രഷർ ചെയ്ത് എംപ്ലോയറെ കൊണ്ട് തന്റെ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിപ്പിക്കാൻ ആരുടെ കയ്യിലുള്ള? എംപ്ലോയിയുടെ കയ്യിലുള്ള, വർക്ക്മാന്റെ കയ്യിലുള്ള ടൂളാണ് സ്ട്രൈക്ക്. ഓക്കെ, ലോക്കൌട്ട് നേരെ തിരിച്ച് എംപ്ലോയറുടെ മാനേജ്മെന്റിന്റെ കയ്യിലുള്ള ടൂളാണ് എന്ത്? ലോക്കൌട്ട്. ഓക്കെ, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഓക്കെ, നിങ്ങൾ ഇന്ന ഡിമാൻഡ്സ് വാങ്ങിട്ട് ജെനുവിൻ അല്ലാത്ത ഡിമാൻഡ്സ്, ഓക്കെ, ഒരിക്കലും സാധിച്ചു തരാൻ കഴിയാത്ത ഡിമാൻഡ്സ് ഒക്കെ ചോദിച്ച് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നു. ചോദ്യവും പറച്ചിലൊന്നുമില്ല. ഐ ആം ലോക്കിംഗ് ഔട്ട് ദ ഫാക്ടറി, ഐ ആം ലോക്കിംഗ് ഔട്ട് ദി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാണ്? അത് ആർബിറ്ററി ആകരുത്. അതിനെന്തായിരിക്കണം? ഒരു പ്രൊസീജിയർ കൃത്യമായി ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അതില് ഒരിക്കലും ആർബിറ്ററി ആയിട്ടുള്ള സ്ട്രൈക്സോ ലോക്കൌട്ട്സോ ഉണ്ടാവാൻ പാടില്ല. a proper procedure has to be followed for strikes and lockouts. For strikes and lockouts. Yes, point കിട്ടിയോടെ? പോയിന്റ് കിട്ടിയോ? യെസ്, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തൊരു പ്രശ്നമാണ് ലേ ഓഫ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലേ ഓഫ് ആൻഡ് റിട്രെഞ്ച്മെന്റ്. ഓക്കെ, നമ്മൾ ഇതിനെ കുറിച്ച് തന്നെ എന്ത് ചെയ്യും? താഴെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എന്താണ് ഇത് രണ്ടും? എന്താണ്? ലോസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദി എംപ്ലോയി ആണ് എന്ന് മാത്രം ഇവിടെ മനസ്സിലാക്കി വെക്കുക. എന്താണ്? എംപ്ലോയിക്ക് തന്റെ പണി പോയി. ഓക്കെ, ലേ ഓഫിന്റെ കാരണവും റിട്രെഞ്ച്മെന്റിന്റെ കാരണവും രണ്ടും വ്യത്യസ്തമാണ്. ഓക്കെ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ പറഞ്ഞ സമയം ഞാൻ അധികം എടുക്കുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഒരു വർക്ക്മാൻ അദ്ദേഹത്തിന്റെ ജോലി പോയി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? നൈദർ ലേ ഓഫ് നോ റിട്രെഞ്ച്മെന്റ്. ജോലി പോകുന്നത് എന്തിന്റെ ഭാഗമായിട്ടായിരിക്കില്ല? ആസ് ആ ഡിസിപ്ലിനറി ആക്ഷൻ. ഓക്കെ, അവൻ അവിടെ കിടന്ന് അവിടെയുള്ള ഫാക്ടറിയിലുള്ള മെഷീൻസ് മുഴുവൻ തല്ലി പൊട്ടിച്ച്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ജോലി ചെയ്യാതെ, അല്ലെങ്കിൽ എന്താണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജോലിയിൽ വലിയ വീഴ്ച ഉണ്ടാക്കിയതിന്റെ പേരിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് എങ്കിൽ അത് ടെർമിനേഷൻ ആണ്. അത് ലേ ഓഫോ റിട്രെഞ്ച്മെന്റോ അല്ല, അത് ടെർമിനേഷൻ ആണ്. അവന് റിലീഫും ഇല്ല, ഒന്നുമില്ല. അതല്ലാതെ എന്താണ്? കമ്പനി ചിലപ്പോൾ നഷ്ടത്തിലാവുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അതല്ല എങ്കിൽ എന്താണ്? കമ്പനി പുതിയൊരു സ്കില്ലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും കാലം എന്താണ്? കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ്. ഇപ്പൊ അത് ചെയ്യാൻ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ആവശ്യം വരുന്നില്ല. അതിപ്പോ നമ്മൾ നേരെ AI കൊടുത്തു കഴിഞ്ഞാൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുതരുന്നു. അപ്പൊ എന്താണ്? വെറുതെ എന്താണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് നമ്മൾ പൈസ കൊടുക്കുന്നത്? അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് എൻഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ലേ ഓഫും റിട്രെഞ്ച്മെന്റും. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ജോലി പോകുന്ന ദ ലോസ് ഓഫ് എംപ്ലോയ്മെന്റ് നോട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ടെർമിനേഷൻ നടപടികളിലേക്ക്, അതായത് എന്താണ്? അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജോലി പോകുന്നതല്ലാത്ത കാര്യങ്ങളിൽ എന്താണ്? എംപ്ലോയർ എന്താണ്? എംപ്ലോയിക്ക് എന്താണ്? ഹി ഹാസ് ഇൻവെസ്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ദിസ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 20 വയസ്സിൽ കയറി, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? അദ്ദേഹത്തിന് 45 വയസ്സുണ്ട് എന്ന് കരുതിക്കോളൂ.
അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 25 വർഷം അദ്ദേഹം ഈ കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കമ്പനിയുടെ സുഖത്തിലും ദുഃഖത്തിലും വളർച്ചയിലും തളർച്ചയിലും ഓക്കെ സോറി കമ്പനിയുടെ സുഖത്തിലും ദുഃഖത്തിലും വളർച്ചയിലും തളർച്ചയിലും കുതിപ്പിലും കിതപ്പിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനിയോടൊപ്പം ഈ മനുഷ്യൻ നിന്നു. പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹത്തിന് ജോലി പോയി കഴിഞ്ഞാൽ എന്താണ്? ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 45 he is not in a condition to find another job. ഓക്കെ, 45 വയസ്സായിരിക്കുന്ന ഒരു മനുഷ്യന് പോയിട്ട് അടുത്ത മറ്റൊരു ജോലി കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യെസ് ഇറ്റ് ഈസ്. അപ്പൊ ഇങ്ങനെയുള്ള ജോലി പോകുന്നവർക്ക് എന്താണ്? ഒരു റിലീഫ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അവർക്ക് എന്താണ്? ഒരു കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഒരു മന്ത്ലി പെൻഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടില് പ്രൊവിഷൻ ഉണ്ട്. യെസ്, പോയിന്റ് മനസ്സിലായോ? അടുത്തതാണ് പ്രൊമോഷൻ ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ആരുടെ മാത്രം ഒരു കുത്തകയല്ല, ആരുടെ മാത്രം മൊണോപ്പോളി അല്ല. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ആരുടെ മാത്രം മൊണോപ്പോളി അല്ല, എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്ക്മെന്നിന്റെ മാത്രം ഒരു മൊണോപ്പോളി അല്ല. ഇത് ആർക്കും ചെയ്യാം, എംപ്ലോയേഴ്സിനും ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് സീൻ ആസ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ നമ്മൾ എന്തായിട്ടാണ് കാണുക? അതിനെ ഒരു നല്ല കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ നമ്മളൊരു എന്താണ് പറയുക, ഒരു ഗുഡ് പ്രൊസീജിയർ, അല്ലെങ്കിൽ എന്താണ്? ഒരു ഗുഡ് പ്രൊസീജിയർ ആയിട്ട്, നല്ല ഒരു പ്രൊസീജിയർ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു പ്രോസസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ ജനറൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ കാണുന്നത്. കാരണം എന്താണ്? ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് ഇതാണ് നമ്മൾ കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പോകുന്നത്, എല്ലാവരും ഇതിനു വേണ്ടി ബാർഗെയിൻ ചെയ്തോണമെന്ന് പറയുകയല്ല. ഓക്കെ, മറിച്ച് എന്താണ്? എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. മൾട്ടിപ്പിൾ ഐഡിയാസ് അവിടെ പൂൾ ചെയ്യപ്പെടുന്നു. ഒരാൾ പറയണം നമുക്ക് മെഡിക്കൽ ക്ലെയിം ചോദിക്കാം, അപ്പൊ വേറൊരാൾ പറയണം മെഡിക്കൽ ക്ലെയിം ചോദിക്കണം, പക്ഷെ എന്താണ്? അതിന്റെ കൂടെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്റ്റൈപ്പൻഡ് കൂടെ ചോദിക്കണം. അപ്പൊ വേറൊരാൾ പറയണം എന്താണ്? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? DA അപ്ഡേഷൻ ഇപ്പൊ 2 വർഷത്തിൽ ഒരിക്കലാണ്, അത് 1.5 വർഷത്തിലാക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. ഇങ്ങനെ എന്താണ്? ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ആവശ്യമായവ, ഏറ്റവും അർജന്റ് ആയവ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അത് കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മുമ്പാകെ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എന്തുണ്ട്? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ എംപ്ലോയറും എംപ്ലോയിയും കൂടി ഇരുന്ന് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ സംസാരിക്കുമ്പോൾ എംപ്ലോയർ, സപ്പോസ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്, എംപ്ലോയി പറയുകയാണ് ഞങ്ങൾക്ക് 25% ബോണസ് വേണം. ഓക്കെ, ഞങ്ങൾക്ക് 25% ബോണസ് വേണമെന്ന് എംപ്ലോയി പറയുകയാണ്. എംപ്ലോയി അസോസിയേഷൻ പറയുകയാണ് എന്താണ്? ഞങ്ങൾക്ക് 25% ബോണസ് വേണം, എന്നാലേ ഞങ്ങൾ ഇനി ഫർദർ പണിയെടുക്കുള്ളൂ. അപ്പൊ എംപ്ലോയർ പറയുകയാണ്, നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് 25% ബോണസ് തരാൻ ഇപ്പൊ നമുക്ക് സാഹചര്യമില്ല. ഓക്കെ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് പറയാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രോഫിറ്റ് നമുക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഒരു കോംപ്രമൈസിലേക്ക് വരാം, നമുക്കൊരു 10% ബോണസ് തരാം. അപ്പം ഇവർ പറയുകയാണ് 10% ഞങ്ങൾ സമ്മതിക്കില്ല, ഒരു കാരണവശാലും ഞങ്ങൾ 10% സമ്മതിക്കില്ല. അപ്പൊ ഇവർ പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കിയിട്ട് ഇവർ പറയാണ് എന്താണ്? ശരി 17% ആണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. അപ്പൊ കമ്പനി പറയണം എന്താണ്? നമുക്ക് നിങ്ങളുടെ എക്സ്പെൻസസ് മാത്രമല്ല മറ്റ് എക്സ്പെൻസസ് ഉണ്ട്, അത് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അവരൊരു എക്സിക്യൂട്ടീവ് ഇരുന്ന് സംസാരിച്ച് കമ്പനി പറയണം ഞങ്ങൾ ഒരു 12% വരെ ഓക്കെയാണ്. അപ്പൊ ഇവർ പറയാണ് ശരി നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്കൊരു 15%, ഓക്കെ 15% നമുക്ക് ബോണസ് ഉറപ്പിക്കാന്ന് പറയുന്നു. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യാണ്? 2 കൂട്ടരും പറഞ്ഞത് ഒരു എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു 15%, ഇടയെ ശ്രദ്ധിച്ച് കേൾക്കടെ, ഒരു 15% ബോണസ് അങ്ങ് ഉറപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ലായിരുന്നുവെങ്കിൽ കമ്പനി 25% പറയും, സോറി എംപ്ലോയീസ് 25% പറയും, എംപ്ലോയി എന്ന് പറയും, മാനേജ്മെന്റ് 10% പറയും. ഓക്കെ, ഇത് എന്ത് ചെയ്യും? ഇതൊരു വഴക്കാകും, ഇത് ഫർദർ എസ്കലേറ്റ് ആകും, ഇത് സ്ട്രൈക്കിലേക്കോ ലോക്കൌട്ടിലേക്കോ പോകും. അപ്പം അതൊക്കെ ഭംഗിയായിട്ട് ഇവിടെ ഒഴിവാക്കാൻ, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ സാധിച്ചു.
അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്താണ് പറയുക, ലേബർ ലോ നമ്മൾ പഠിക്കുമ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നതിനെ ഒരു നല്ല പ്രോസസ് ആയിട്ടാണ്, ഓക്കെ, എന്താണ് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിലിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡിഫറൻസസ് ഓഫ് ഐഡിയ സെറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ട് നമ്മൾ കാണുന്നത്. കിട്ടിയോ മക്കളെ? അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ആരും എന്ത് ചെയ്ത് മോശമായിട്ട് തെറ്റായിട്ട് ധരിക്കേണ്ടതില്ല. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു ഗുഡ് പ്രോസസ് ആണ്. ഓക്കെ, ഒരു ഗുഡ് ആൻഡ് ഇഫക്റ്റീവ് പ്രോസസ് ആണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. എടേ സെറ്റ് അല്ലേടെ? സെറ്റ് അല്ലേടെ? സംശയം